ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നെ അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കാലമായി ക്ഷണിച്ചിട്ട്. ഒരു 5 വർഷമായിട്ടുള്ള പരിചയമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ആൻഡ് +1 +2 മുതലാണ് എനിക്ക് അവളെ അറിയുന്നത്. പക്ഷേ എന്താ പറയുക, അതിനുശേഷം ഞങ്ങൾ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ കോയിൻസിഡൻ്റ് ആയിട്ട് ഒരേ കോഴ്സ്, ഒരേ ക്ലാസ്, ഒരേ കോളേജ് എന്ന രീതിയിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങി. ആൻഡ് ഒരു 1.5 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഡീപ്പായിട്ട് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായി മാറി. ആൻഡ് അവളേക്കാൾ കൂടുതൽ അവളുടെ ഫാമിലിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവളുടെ താത്തമാരും ഉമ്മയൊക്കെ എന്നെ അവളുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് വെക്കേഷൻ ആയപ്പോൾ ഞാനൊന്ന് ഫ്രീ ആയത്. സോ ഞാൻ വിചാരിച്ചു അവരെ വീട്ടിൽ പോവാം, എന്നെ ഇൻവൈറ്റ് ചെയ്തതാണല്ലോ, അപ്പോൾ പോവാം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ഒരു ദിവസം അതിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചാവക്കാടാണ് അവളുടെ വീട്. അപ്പോൾ ഞാൻ ചാവക്കാട് ബസ്, വീട്ടിൽ നിന്ന് കോട്ടപ്പടിയിൽ നിന്ന് ചാവക്കാട് ബസ് കയറി ചാവക്കാട് എത്തിയിട്ട് അവിടുന്ന് ഓട്ടോറിക്ഷ വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾക്ക് അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. നിങ്ങളൊന്നും എടുക്കില്ല, പുറത്തേക്ക് വരൂ, ഞാനിടും. ഗൈസ്, നമ്മൾ നെസ്സയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. കുളിച്ച് വൃത്തിയായിട്ട് നിൽക്കുകയാണ്. എന്ത് കൂടിയാ കുളിച്ച്? കുറേ കാലത്തെ ഇതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ എത്തിയിട്ടുള്ളത്. എന്താണ് പറയാനുള്ളത്? ഈ വെക്കേഷനിൽ ഞാൻ എന്തായാലും വരണം. എൻ്റെ വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു അല്ലേ? അപ്പൊ എന്ത് തോന്നുന്നു? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ്? നമ്മൾ നെസ്രയുടെ ഉമ്മാടെ സ്പെഷ്യൽ എന്താണ്, പിടിയല്ലേ ഇതിന്റെ പേര്? പിടി. എന്ത്? കോഴിപ്പിടിയാണ് നമ്മൾ കഴിക്കാൻ പോണത്. നമുക്ക് കഴിച്ചു നോക്കാം. ഫിജു കഴിച്ചാ? വൈ അവൻ മിണ്ടടില്ലാട്ടവൻ. ചായ കോഴിപ്പിടി. അല്ല, ഞാൻ ആദ്യം ഫോട്ടോ എടുത്തില്ല. എവിടുന്നാ സിനിമയ്ക്ക്? എവിടെയാ ബുക്ക് ചെയ്തേക്കണേ? അടിപൊളി. അടുത്ത കുക്കാണ് അല്ലേ? മെയിൻ കുക്ക്. കുക്കിംഗ് അറിയില്ലേ? ബുക്കാണ്, ബുക്കല്ല, കുക്കിംഗ് അറിയില്ലേ? അതല്ല, പണ്ടേ ഉമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴേ അവിടെ എത്തിയ വഴിക്ക് തന്നെ നെസ്രയുടെ ഉമ്മ എനിക്ക് ബ്രഞ്ചായിട്ട് തന്നത്, അതായത് സ്റ്റാർട്ടറായിട്ട് എനിക്ക് തന്നത് കോഴിപ്പിടി. അവരുടെ മെയിൻ ഐറ്റം ആയിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു. എന്തൊരു ടേസ്റ്റായിരുന്നു എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ തന്നെങ്കിലും എനിക്കത് കഴിച്ചിട്ട് അങ്ങനെ എന്താ പറയുക, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഫുള്ള് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഇതാണ് അവളുടെ വീടിൻ്റെ ചുറ്റുപാടും. നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എവിടെ വെയിലെവിടെ? ഇവിടെ ഓരോന്ന് കാണിച്ചു തരുന്നുണ്ട്. എന്താണിത്? ബോഗൻവില്ല. ഇതും ബോഗൻവില്ല. അത് മുല്ലപ്പൂ. ഇത് ബോഗൻവില്ല. ഇത് നമ്മള് നെസ്രിയുടെ വീടിന്റെ ചുറ്റും കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നെസ്രി നമുക്ക് എക്സ്പ്ലോർ. നല്ല സ്ഥലമാണ് ഗൈസ്. നല്ല പറമ്പും മരവും ഒക്കെ ഉള്ള നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. നിങ്ങൾക്ക് ഇവിടെ ഊഞ്ഞാലിട്ടൂടെ? അതാണ് ഊഞ്ഞാല്. നോക്കൂ ഗൈസ്, ചക്ക നല്ല കാണിച്ചു കൊടുക്കാം. അന്ന വാ, ഇതാണ് അന്ന. ഇതാണ് നെസ്രയുടെ താത്താടെ മൂത്ത സന്തതി. ഇങ്ങനെ ഗ്ലോ കണ്ടില്ലേ വെയിലിന്റെ? BTSന്റെ ആളാ? അത് വേണ്ട കേട്ടോ. അല്ലെങ്കിലും നെല്ലിക്ക മരത്തിലല്ലേ? കാണിച്ചു തരാം ഗായ്സ്. നെല്ലിക്ക മരത്തില് ഇലയൊന്നുമില്ല. വീട് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാണ് നഴ്സറി.
ഒരാളെ എന്നെ കാണാൻ വേണ്ടി കുളിച്ച് സുന്ദരനായിട്ട് ഹായ് സുന്ദരനായി. അവൻ കുളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നതാണ് കേട്ടാ. ഇവിടേക്ക് ചിരിച്ചേ ചിരിക്കേ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇത് ഞാൻ ബർത്ത്ഡേ കൊടുത്ത. വാവ് നോക്കണ നാണ വരണ്ടേ. ഇവർക്കൊക്കെ വെള്ളപ്പാണ്ടുണ്ടമ്മ. ഇതിന്റെ താണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ക്യാമറ എടുത്ത് വെക്കാൻ മതി. ഉച്ചത്തെ ഊണിന്റെ ടൈമായി. ഫുഡ് കഴിക്കാൻ പോണ എഗെയിൻ ഇവിടെ വന്നിട്ട് ഫുഡ് അടി മാത്രം നടക്കുന്നുള്ളതാണ്. ഇതിൽ കേൾക്കാനുണ്ട്. ഇവിടെ കുറെ ഫുഡ് ഉണ്ട്, ഫുഡ് ഐറ്റംസ് ഞാൻ വരുന്നത് കൊണ്ട്. ഇല്ല ഫിജു ഇല്ല. ഏതാ ആ അടുക്കളയിൽ അതാണ് കോഴിപ്പിടി. പിന്നെന്തൊക്കെ ഇഞ്ചിക്കറി. പിന്നെന്താണ് അതൊക്കെ എന്താണ് പറയാ? ഇഞ്ചിപ്പൊടി. ആ ഓക്കെ ഓക്കെ. ഇത് ചെമ്മീൻ കറി, ദേവനക്ക് സ്പെഷ്യൽ. ഇത് ചോറ്. ഓക്കെ. ചെമ്മീൻ ചമ്മന്തി. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. നമ്മളൊരു നല്ല സദ്യ ഐറ്റംസ് ആണ്. നഴ്സറിയാണ് നമുക്ക് ചോറ് വിളമ്പി തരുന്നത്. സാമ്പാറ്, പച്ചക്കറി, മതി 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 മതി. ഒന്നും അറിയില്ല കേട്ടാ. നഴ്സറി ഇതൊക്കെ പഠിക്കാനുണ്ട്. വിളമ്പാൻ പഠിക്കണം. ഞെക്കി എടുക്ക്, പിടിച്ചെടുക്ക്. ചെമ്മീൻ കൂട്ടാൻ മതി മതി മതി. എല്ലാം കുറച്ച് കുറച്ച് മതി മതി. ചമ്മന്തി എല്ലാം ഭംഗിക്ക് വിളമ്പിട്ടാ. ഫോട്ടോ മതി മതി. അതല്ലുണ്ട്. സാമ്പാറാണത്. സാമ്പാർ എന്ന് പറഞ്ഞിട്ട് ഓക്കെ. അതാ ഒരു ഉമ്മ ആയതുകൊണ്ട് ഉമ്മ ചെറുപ്പാന്ന്. മര്യാദക്ക് ഇരുന്നോട്ടാ. ഇവിടെ ഉച്ചയൂണ്. യെസ് മതി. പിന്നെ പപ്പടം. പപ്പടം വേണ്ട വേണ്ട മതി. കോഴിപ്പിടി മതി. പപ്പടം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. വിഭവസമൃദ്ധമായ ഫുഡ് ഇതാണ് ഗായ്സ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ്. ഇത് മീൻ പൊരിച്ചത്, ചെമ്മീൻ കൂട്ടാൻ, ചെമ്മീൻ ചമ്മന്തി, ഇഞ്ചിക്കറി. ഇത് അളവിളി ചോറിന് സ്പെഷ്യലാക്കിയതാണ് ഞങ്ങൾ. Oh,
നസ്രയുടെ ഉമ്മ ഉണ്ടാക്കിയ ഫുഡൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ തന്നെ എന്നോട് സജഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ദേവനയ്ക്ക് കഴിക്കാൻ വേണ്ടതെന്ന്. ഞാൻ തന്നെയായിരുന്നു മീൻകറി മതി എന്നൊക്കെ പറഞ്ഞത്. മീൻകറി കഴിക്കാൻ കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ മീൻകറി മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ എനിക്ക് വേണ്ടിയിട്ടാണ് മീൻകറിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഐ വാസ് സോ ഹാപ്പി. അത് നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, സ്നേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അടിപൊളിയായിരുന്നു അന്നത്തെ ദിവസം. കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സംഭവം എല്ലാം അടിപൊളിയായിരുന്നു. നമ്മൾ ചോറുണ്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യ, വയറൊക്കെ നിറഞ്ഞ ഐ എം സോ എന്താ പറയുക, കുംഭവയറായിട്ടിരിക്കുകയാണ്. അയ്യോ അയ്യോ. കുറച്ച് ചോറെടുത്തോളൂ. കറികളൊക്കെ ഇങ്ങനെ ചുറ്റും ആക്കിയിട്ട് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. നസ്രി ഇവിടെ കസ്റ്റാർഡ്, അവളുടെ ഉമ്മ കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കാഷ്യൂ അതുപോലെ ഡേറ്റ്സ് ഒക്കെ ഇടുകയാണ്, മുറിച്ചിടുകയാണ്. കാണിച്ചു തരാം നിങ്ങൾക്ക് ഗൈസ്. നസ്രി ഒന്ന് നോക്കൂ, വലിയ പണിയിലാണ് കേട്ടോ. അപ്പോൾ വലിയ പണിയിലാണ്. അപ്പോൾ ചെയ്യട്ടെ. നമ്മളിവിടുത്തെ കിച്ചൺ, അവിടെ അവള് കോളേജിൽ അവിടെ നിന്ന് വാങ്ങിയ ഗപ്പി ഇരിക്കുന്നുണ്ട്. ഗപ്പി അവിടെ ഐസ്ക്രീം പാത്രമൊക്കെ ഉണ്ട് കേട്ടോ. അതിലാണ് നമുക്ക് കസ്റ്റാർഡൊക്കെ ആക്കി തരാൻ പോണത്. വലിയ പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വന്ന പോലെ കൊച്ചേരം ഞങ്ങൾ വർത്താനം പറഞ്ഞു കേട്ടോ. ആ സമയത്ത് ചാർജറിലിട്ടു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ഇങ്ങനെയാണ് പോകുന്നത്. ഇതിലില്ല. ഓക്കെ, നമ്മളപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ കാലമായി നസ്രിയുടെ വീട്ടിലേക്ക് വരണമെന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ ഫിജു, നമ്മുടെ നസ്രിയുടെ മൂത്ത താത്ത, എന്നും വിളിക്കും ദേവനവരാ ദേവനവര. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ 10:30 വന്നതാണ്. അപ്പോൾ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദിസ് ഈസ് ദ കസ്റ്റാർഡ്. നല്ല ബ്ലും 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 പോലത്തെ കസ്റ്റാർഡാണ്. നമുക്കത് കഴിക്കാം. അതിൻ്റെ കുപ്പിയോ ഫോണോടെ വയ്ക്കാം. നമ്മൾ കസ്റ്റാർഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ കസ്റ്റാർഡ് കഴിക്കാൻ പോവാണ്. കസ്റ്റാർഡ് അച്ചാറാക്കാം. ഇതില് ഫുള്ള് ഈത്തപ്പഴമാണ് കേട്ടോ. നമ്മുടെ ഫുള്ള് ഈത്തപ്പഴം ഇട്ടിട്ട് കുപ്പിരി തന്നിക്കണത്. തൂമിക്ക് ഗൈസ്, ഞാൻ പോവുകയാണ്. ഞങ്ങൾക്ക് സമയം എടുത്താക്കിയാത്ത പോലെ സംസാരിച്ചു. ഇനി വരും. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു പോസിറ്റീവ് പറമ്പ്, നസ്രിയുടെ സ്വന്തം പറമ്പ്. നമ്മള് തിരിച്ചു പോവാണ്. ചാവക്കാട് പോയിട്ട് ബസ് ഇറങ്ങി, ചാവക്കാട് പോയിട്ട് ബസ് കയറി ഞങ്ങൾ കോട്ടപ്പടിക്ക് പോകും. വെയിലാണ് ഗായ്സ്. കണ്ടത് ഞങ്ങളുടെ അവിടുത്തെ പാടാണ്. ഇവിടെയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ വിഷുവിൻ്റെ പരിപാടി നടക്കാൻ പോണത്. നമ്മൾ ഡാൻസൊക്കെ പഠിക്കുന്നുണ്ട്. ഡാൻസിൻ്റെ വ്ളോഗൊക്കെ വരും. നല്ല വെയിലാണ്. മുഖം കാണിക്കാത്തത് കാരണമല്ല, എന്നെ തന്നെ കാണാനില്ല വെയിലത്ത്. പക്ഷെ എൻ്റെ നിഴല് കേട്ടാ കണ്ടോ, നല്ല വെയിലാണ്. നട്ടുച്ച സമയം. ആൻഡ് ഐ ആം ഗോയിങ് ടു മൈ ഹോം. എന്താണ്
ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും സൂര്യേച്ചി കൂടിയിട്ട് നമ്മുടെ വിഷുവിൻ്റെ എന്താ പറയുക പ്രോഗ്രാമിന് ഡാൻസ് കളിക്കുന്നുണ്ട്. ഒരു പെയർ ഡാൻസ് ആണ് കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിന് പോവുക. നമ്മൾ ഡാൻസ് പ്രാക്ടീസിന് പോവുകയാണെങ്കിൽ സോ ബിസി വെക്കേഷനായിട്ടും വി ആർ ബിസി. ഹലോ ഗൈസ്, നമ്മുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ്. വയ്യ, കളിച്ച് വയ്യാണ്ടായി. അപ്പോൾ നമ്മുടെ വീഡിയോ സൈനിങ് ഓഫ്. ബൈ.